മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഹായ്, ഞാൻ ഡസ്റ്റ്ബിൻ. നാഗരികതയുടെ ചിരസ്ഥായിയാം സന്ദേഹങ്ങളെ ദുർഗന്ധത്തോടൊപ്പം ആവാതിരിക്കുവാൻ അലയുന്നവൻ. പക്ഷേ ഒന്നും കണ്ടെത്താനാവുന്നില്ല. എൻ്റെ സുഹൃത്തുക്കളെയും കണ്ടെത്താനാവുന്നില്ല. ദേ അങ്ങോട്ട് നോക്കൂ. ഈ ചട്ടമ്പികളാണ് എൻ്റെ കൂട്ടുകാർ. ഇവരാരാണെന്ന് ഊഹിക്കാമോ? ഊഹിക്കൂ. നിങ്ങൾക്കറിയാം, ഇവരാണ് റാഗ് പിക്കേഴ്സ്, തെരുവ് പെറുക്കികൾ. റാഗ് പിക്കേഴ്സ് എൻ്റെ പ്രിയ കൂട്ടുകാർ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, തെരുവ് കുട്ടികൾ. അവർ ചപ്പുചവറുകളിൽ നിന്നും ഉച്ഛിഷ്ടം പെറുക്കിയെടുക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം അടിഞ്ഞുകൂടുന്ന ചപ്പുചവറുകളുടെ കണക്ക് തിട്ടപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമല്ല. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ 35 നഗരങ്ങളിൽ നിന്നും 7604 ദശലക്ഷം മാലിന്യജലമാണ് നദികളിലും കടലിലും ചെന്ന് പതിയുന്നത്. അതിൽ തന്നെ 50% മാത്രമാണ് പുനരുപയോഗിക്കപ്പെടുന്നത് എന്നതാണ് സത്യം. തെരുവ് പെറുക്കികൾ കുറേയേറെ പാഴ്വസ്തുക്കൾ തരംതിരിച്ചെടുത്ത് മാറ്റുന്നു. വിശപ്പിൻ്റെ മുന്നിൽ തെളിയുന്നത് വിഷപാത്രമാണെങ്കിലും കുടിച്ചു തീർക്കലാണ് അവരുടെ വിധി. അയ്യോ, ഞാൻ എത്തിയത് യഥാർത്ഥ സ്ഥലത്ത് തന്നെ. കൊള്ളാം. എന്തൊരു മാലിന്യ കുമ്പാരം. ഇന്ന് രാത്രി എനിക്കൊരു സൽക്കാരമുണ്ട്. അടിച്ച് പൊളിക്കും ഞാൻ. എന്തുവാടേ വെള്ളം അടിച്ചിട്ട് അവരെ വണ്ടി ഓടിക്കുന്നത്? സ്ലോ സ്ലോ സ്ലോ, പയ്യെ പതുക്കെ പോ. എന്തൊരു പരക്കമാച്ചില്, എന്തൊരു ട്രാഫിക് ആയത്. ദുസ്സഹം തന്നെ. എന്താ ചങ്ങാതിമാരെ, പണിയൊന്നും ഇല്ലാത്തതുപോലെ സുഖമാണോ? അതെ അതെ, ഞങ്ങൾക്ക് പരമാനന്ദ സുഖമാണ്. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ. അത് പിന്നെ ഇവിടെ ആരും വരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ജോലിയുമില്ല. കുഴപ്പമില്ല, എനിക്കൊരാശയം തോന്നുന്നു. എന്തുകൊണ്ട് നമുക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് പോയിക്കൂടാ? എങ്കിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം. വെറുതെ പതിവ് പോലെ ഒരു കാര്യമുണ്ടാവില്ല. നമുക്ക് പോകാം. വേസ്റ്റ് പെറുക്കാൻ പോകാം, നിരനിരയായി പോകാം, പിന്നെ വരി വരിയായും പോകാം. മാലിന്യം മാലിന്യം, റോഡിൽ മുഴുവൻ മാലിന്യം. അയ്യോ, നമ്മുടെ വ്യവസ്ഥിതികൾ മുഴുവൻ തെറ്റിപ്പോയിരിക്കുന്നു. യവനെയല്ലേ അന്ന് ഞാൻ സ്കൂളിന്റെ മുമ്പിൽ കണ്ടത്? പാവം, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ല അവന്. ഒരു സുന്ദരി വൃത്തികെട്ട സ്ഥലത്തേക്ക് വരുന്നുണ്ടല്ലോ. ഈ അടുക്കളയിലെ അവശിഷ്ടങ്ങളൊക്കെ കന്നുകാലികൾക്ക് തീറ്റയായിട്ട് കൊടുക്കരുതോ പെണ്ണേ? എന്റെ സുന്ദരി, ഇതൊക്കെ ഇട്ടിട്ട് നീ വീണ്ടും പോവാണോ? എടുത്തോണ്ട് വരാനാണോ? ഹേ, നിർത്തൂ ബുദ്ധിശൂന്യനായ മനുഷ്യ. ആശുപത്രിയിലെ മാലിന്യങ്ങൾ നീ ഇവിടെയാണോ കൊണ്ടിടുന്നത്? ഇതെന്തൊരു വ്യവസ്ഥിതി, ഇതെന്നു മാറും? ഇലക്ട്രോണിക് അബദ്ധങ്ങൾ. വികസിത രാജ്യമാകാൻ കുതിക്കുന്ന ഇന്ത്യക്ക് താങ്ങാനാവാത്തതാണ് ഈ ശവപ്പറമ്പ്. എല്ലാരും ഉണ്ടല്ലോ. എന്താ ഇന്നത്തെ സ്ഥിതി? വല്ല പുരോഗതിയും? ഇല്ലേ ഇല്ല. സർവ്വമുക്കിലും മൂലയിലും തിരക്കോട് തിരക്ക് തന്നെ. പക്ഷെ ഞങ്ങളുടെ സേവനം ആർക്കും വേണ്ട. ഇന്നൊരു ചോക്ലേറ്റ് കുമാരനെ കണ്ടു. അവൻ ചുറ്റുപാട് നിറയെ മിഠായി പൊതികൾ വാരി വിതറിയിട്ടു. പക്ഷേ ഒന്നെടുത്ത് എന്നിൽ നിക്ഷേപിക്കാൻ അവൻ മറന്നില്ല. ബഹുമിടുക്കൻ. വേഗം കൂട്ടുകാരെ, വേഗം. നമുക്ക് ഈ മാലിന്യം തരംതിരിക്കാൻ സമയമായി. ഈ കാണുന്നതെല്ലാം മനുഷ്യൻ ഉപയോഗശൂന്യമാക്കി വലിച്ചെറിഞ്ഞ ഗാർഹിക മാലിന്യങ്ങളാണ്. മനുഷ്യൻ ഉപയോഗശൂന്യമാക്കി വലിച്ചെറിഞ്ഞ പഴങ്ങളും പച്ചക്കറികളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും. ഇതൊക്കെ അവരുടെ വളർത്തു മൃഗങ്ങൾക്ക് ഭക്ഷണമായി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം വിഷമാലിന്യങ്ങളാണ്. ഇത് നമ്മുടെ കൂട്ടുകാർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒരുപോലെ ആപത്താണ്. ഇതെല്ലാം ആരെടുക്കും?
निकाले है तो क्या हुआ दिलवाला है. മൃഗങ്ങൾ ഇത് ഭക്ഷിച്ചാൽ അവയുടെ ദഹന പ്രക്രിയ തകരാറിലാവുകയും ചത്തൊടുങ്ങുകയും ചെയ്യും. നിങ്ങൾ വലിച്ചെറിയുന്ന കടലാസ് മാലിന്യങ്ങൾ പരിസരത്തെ അലങ്കോലമാക്കുകയും ജലത്തിന്റെ ഒഴുക്കിനെ തടയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ അയൽ രാജ്യമായ ചൈനയിലേക്കൊന്ന് നോക്കൂ. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിൽ അവർ വളരെ പിന്നിലാണ്. പക്ഷെ നാം ഒന്ന് ഓർക്കണം, അവർ ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറെ മുൻപിലാണ്. ഇന്ത്യക്കാരായ നാം ഇത് കണ്ടു പഠിക്കേണ്ടതല്ലേ? എന്തായാലും ഇതിന്റെ കാര്യം ഞാൻ ഏറ്റു. ഇത് ഞാൻ എടുത്തോളാം. നോക്കൂ, നമ്മുടെ കൂട്ടുകാർ. അവരെന്താണ് അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് നോക്കാം. അവരതെല്ലാം കൊണ്ടുപോയി പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ കൊടുത്ത് ഇന്നത്തെ ഭക്ഷണത്തിനുള്ള വക സമ്പാദിക്കും. അത്ര തന്നെ. ഈ ഭൂമിയെ ശുചിത്വമാക്കാൻ വിവിധ പ്രദേശങ്ങളിൽ പോയി ആശയപ്രചരണം എന്തുകൊണ്ട് നമുക്കും നടത്തിക്കൂടാ? എങ്കിൽ നമുക്കും ഈ നിമിഷം തന്നെ ആരംഭിക്കാം. നാളെ നീളെ എന്നാണല്ലോ. ചങ്ങാതിമാരെ, നമുക്കിപ്പോൾ തന്നെ കർമ്മ പദ്ധതി ഏറ്റെടുക്കാം. നമുക്ക് പിന്നെ കാണാം. കുറച്ച് ജോലിയുടെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ കാണാം. ബൈ ബൈ. इंसाफ की डगर पे बच्चों दिखाओ चल के, ये देश है तुम्हारा, नेता तुम्हीं हो कल के. പ്ലാസ്റ്റിക് മാലിന്യം കാരണം പ്രതിവർഷം ഏതാണ്ട് 1,00,000-ൽ പരം പശുക്കൾ മുതൽ പെൻഗിൻ വരെയുള്ള ജീവജാലങ്ങളാണ് കൂട്ടമായി ചത്തൊടുങ്ങുന്നത്. അന്തരീക്ഷ മലിനീകരണത്തിലും ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും പ്ലാസ്റ്റിക് എന്ന അന്തകൻ കാരണമാകുന്നു. വരൂ ചങ്ങാതിമാരെ, വരൂ. നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. കൂടുതൽ ഭയാനകമായത് സംഭവിക്കും മുമ്പ്. തെരുവുപെറുക്കികൾ അവരും സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആരും അത് തിരിച്ചറിയുന്നില്ല. ഈ നിരാലംബ മനുഷ്യജീവികൾ ഒരു കാനേഷ്മാരി പട്ടികയിലും സ്ഥാനം പിടിക്കുന്നുമില്ല. मुझे पहचाना किधर से आया मैं वो